ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്യ മോൺസിഞ്ഞോർമാരെ, വൈദിക സഹോദരങ്ങളെ, സന്യാസ സഭ മേജർ സുപ്പീരിയർമാരെ, വിവിധ ക്രൈസ്തവ സഭാ കൂട്ടായ്മകളുടെ നേതാക്കന്മാരെ, KRLCCയുടെ ഭാഗമായ വിവിധ സാമൂഹ്യ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെ, സന്മനസ്സുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ലത്തീൻ രൂപതകളിൽ നിന്ന് ഈ ഐക്യദാർഢ്യ ധർണയിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇനിയും നമ്മളെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 55 ദിവസമായി നമ്മുടെ നാടിൻ്റെ വേദനയായി മാറിയ ഈ സംഭവങ്ങൾ സന്മനസ്സുള്ള എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി അപലപിക്കുകയും എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണമെന്ന് പല മാധ്യമങ്ങളിലൂടെ പല രീതികളിലൂടെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും ഇതൊന്നും കാണാതെയും കേൾക്കാതെയും അറിയാത്ത പോലെയും അഭിരമിക്കുന്ന നമ്മുടെ ഭരണകൂടങ്ങൾക്ക് മുമ്പിലുള്ള നമ്മുടെ ഗതികേടാണ് ഒരർത്ഥത്തിൽ ഈ കത്തുന്ന വെയിലത്ത് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, മണിപ്പൂര് അതുപോലെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ബഹുഭൂരിപക്ഷവും ആദിവാസി ജനതകൾ അധിവസിക്കുന്ന മനോഹരമായ പ്രദേശങ്ങളാണ്, കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ പൊതുവിൽ 7 സഹോദരിമാരെന്നാണ് പറയുക, 7 സിസ്റ്റേഴ്സ്. ആസാം വാലി മുതൽ അങ്ങോട്ട് കിടക്കുന്ന ഈ സംസ്ഥാനങ്ങളെല്ലാം വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ലാളിത്യത്തിലും ജീവിക്കുന്ന ജനതയാണ്. അതിൽ പല സംസ്ഥാനങ്ങളിലും പോകുവാനും അവിടെ ശുശ്രൂഷ ചെയ്യുവാനും അവിടുത്തെ ജനങ്ങളെ അടുത്തറിയുവാനുമൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. ഈ സംഭവം ഉണ്ടായിട്ട് മണിപ്പൂരിൽ പോകുവാൻ സാധിച്ചില്ല. പക്ഷേ അതിനൊക്കെ മുമ്പ് പല പ്രാവശ്യം പല സംസ്ഥാനങ്ങളിലും മണിപ്പൂർ ഉൾപ്പെടെ പോകുവാനും അവിടുത്തെ സഭാജീവിതവും സാമൂഹ്യ ജീവിതവും അടുത്തറിയുവാനും സാധിച്ചിട്ടുണ്ട്. വളരെ സ്വാഭാവികമായ രീതിയിൽ പലപ്പോഴും അവിടെ ഇവിടെയായി പൊട്ടിപ്പുറപ്പെടുന്ന ചെറിയ കലാപങ്ങളും വംശീയമായ ചില വഴക്കുകളും അല്ലെങ്കിൽ ട്രൈബുകൾ, നമുക്കറിയാം ഇത് ട്രൈബ്സാണ്. അത് ഒരേ സംസ്ഥാനത്ത് തന്നെ ധാരാളം ട്രൈബുകളുണ്ട്. മണിപ്പൂരിൽ തന്നെ ഈ 2 ട്രൈബുകൾ മാത്രമല്ല, 10-36ഓളം വംശങ്ങൾ അവിടെയുണ്ട്. ചെറിയ ചെറിയ വംശങ്ങളാണ്. അപ്പോൾ അവർക്ക് അവരുടെ തനതായ പാരമ്പര്യവും തനതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും തനതായിട്ടുള്ള പരിതോവസ്ഥകളുമൊക്കെയാണുള്ളത്. അവരങ്ങനെ ഓരോ സമൂഹങ്ങളും ഒരുമിച്ചാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങളായിട്ടൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളുണ്ടാവും. പക്ഷെ അത് അപ്പോൾ തന്നെ അവസാനിക്കും. ഒന്നല്ലെങ്കിൽ 2 ദിവസത്തിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കലാപങ്ങൾ അവിടെ ഉണ്ടാകുന്ന വംശീയ കലാപങ്ങൾ പോകാറില്ല. ഞാൻ ഒരിക്കൽ നാഗാലാൻഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കലാപം കണ്ടതാണ്. അപ്പോൾ ഒരു ജീപ്പിലാണ് പോകുന്നത്. 10-15 മണിക്കൂർ യാത്രയുണ്ട് ഞാനായിരുന്ന സ്ഥലത്തു നിന്ന് അടുത്തൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ. ആ പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ കൂടി 2 കൂട്ടർ തമ്മിൽ തല്ലുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കണ്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരോടൊക്കെ അവരോട് ഞാൻ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ? അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും പേടിക്കണ്ട, അതിപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ കൂട്ടുകാരാവും. അതിങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. വളരെ പെട്ടെന്ന് പ്രകോപിതരാവുകയും എന്നാൽ അതുപോലെ തന്നെ ആ പ്രകോപനമൊക്കെ അവസാനിപ്പിച്ച്, കാരണം അവരൊരു കാർഷിക ജനതയാണ്. ഈ മണ്ണിൽ പണിയെടുത്ത് ആ മലകളിൽ
ജോലി ചെയ്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരാണ്. പല ജാതികളിൽ അല്ലെങ്കിൽ പല വംശങ്ങളിൽപ്പെട്ടവരാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ 55 ദിവസമായിട്ട് നിലയ്ക്കാത്ത കലാപം, കൊള്ളിവയ്പ്, കവർച്ച ഇതൊക്കെ സംഭവിക്കുമ്പോൾ അത് സ്വാഭാവികമാണെന്നോ ആ പാവപ്പെട്ട മനുഷ്യർ ബോധപൂർവം ചെയ്യുന്നതാണെന്നോ ഈ വസ്തുതകളും ഈ പ്രദേശങ്ങളും ഈ ജനങ്ങളെയും അറിയാവുന്ന ആരും വിശ്വസിക്കുകയില്ല. അങ്ങനെ വിശ്വസിപ്പിക്കാൻ ബോധപൂർവം പരിശ്രമിക്കുന്ന ചില ശക്തികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഭരണപക്ഷത്താവാം, രാഷ്ട്രീയ രംഗത്താവാം, മാധ്യമരംഗത്താവാം, പല മേഖലകളിലും ഇത്തരത്തിൽ ജനത്തെ കബളിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന പലരുമുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, സത്യം അതല്ല എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ക്രൈസ്തവ പീഡനത്തിൻ്റെ കഥയായിട്ട് നമ്മളിതിനെ കാണുന്നുണ്ട്. എന്നാൽ ഇത് ക്രൈസ്തവ പീഡനം മാത്രമായിട്ട് നമ്മൾ കാണുകയും ചെയ്യരുത്. അവിടെ കത്തിച്ചാമ്പലാവുന്നത്, ജീവൻ നഷ്ടപ്പെടുന്നത്, അംഗഭംഗമുണ്ടാവുന്നത്, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് ക്രൈസ്തവർക്ക് മാത്രമല്ല. നിശ്ചയമായിട്ടും ഈ കലാപങ്ങളിൽ ഭൂരിപക്ഷവും വേദന അനുഭവിക്കുന്നത് ക്രൈസ്തവ സഹോദരങ്ങളാണ്. അതിൻ്റെ കാരണം മണിപ്പൂർ ഒരു വലിയ ഭൂരിപക്ഷം ക്രൈസ്തവ സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനമാണ്. മണിപ്പൂർ മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പലതും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കലാപമുണ്ടായപ്പോൾ അതിൽ കൂടുതൽ വേദന അനുഭവിക്കുന്നത്, കൂടുതൽ നഷ്ടം അനുഭവിക്കുന്നത്, കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവർ തന്നെയാണ്. എന്നിരുന്നാലും ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ച ഇന്ന് പിതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ മെയ് മാസം 3-ാം തീയതി അതിനു മുൻപ് അനവസരത്തിൽ അനാവശ്യമായ ഒരു കോടതി വിധി, അതങ്ങനെ തന്നെ പറയുകയാണ്, അനവസരത്തിൽ അനാവശ്യമായ ഒരു കോടതി വിധി പുറപ്പെടുവിച്ചുകൊണ്ട്, ജുഡീഷ്യറി ചെയ്യേണ്ട ഒരു കാര്യമല്ലത്, പക്ഷേ അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചുകൊണ്ട് ആരെ പ്രീതിപ്പെടുത്തുവാനാണ്? കാരണം ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാം, 1950കളിൽ ഈ മെയ്തേയ് വിഭാഗത്തെ ഗോത്രവർഗത്തിൽ പെടുത്തുവാനായിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്തതാണ്. അവരെ ഗോത്രവർഗത്തിൽ പെടുത്താമെന്ന് പറഞ്ഞതാണ്. അന്ന് അവർ പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾ ഗോത്രവർഗമല്ല, ഞങ്ങൾക്ക് ഗോത്രവർഗ പദവി വേണ്ട. കാരണം ഗോത്രവർഗം എന്ന് പറയുന്നത് എന്തോ കുറച്ചിൽ പോലെ കണ്ടിട്ട് അവരത് വേണ്ട എന്ന് പറഞ്ഞവരാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് ഏതാണ്ട് ഔദാര്യം പോലെ ഒരു കോടതി കയറി ഈ ഗോത്രവർഗ പദവി കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന് അവിടുത്തെ ഭരണകൂടത്തോട് കോടതി ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും യഥാർത്ഥ ഗോത്രവർഗമായ കുക്കികളും സോമികളും നാഗന്മാരും അങ്ങനെയുള്ള വിവിധ ഗോത്രവർഗങ്ങളാണ് അവിടെയുള്ളത്. ആ മലകളിലൊക്കെ അധിവസിക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കുക്കി വിഭാഗം, അവിടെ ബഹുഭൂരിപക്ഷം അതുള്ളത് കുക്കി വിഭാഗമാണ്. അപ്പോൾ അവർ സമാധാനപരമായി ഈ ഉത്തരവിനെതിരെ ഒരു റാലി നടത്തുകയാണ്. അതവർ ഒരു സ്ഥലത്തല്ല, സൂചിപ്പിച്ചല്ലോ, മലകളിലൊക്കെ പല ഗ്രാമങ്ങളിലായിട്ടാണ് ഇവർ അധിവസിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും ഈ റാലി അവർ നടത്തി. അങ്ങനെ സമാധാനപരമായിട്ട് നടത്തിക്കേണ്ടി വന്ന ഒരു റാലിയിലേക്ക് ഒരു ട്രക്ക് ഇടിച്ച് കയറ്റുകയും അതൊരു കലാപമായിട്ട് അവിടെ മാറുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അങ്ങനെ ഒരു വൈകാരികമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതികരണങ്ങളും വൈകാരികമായിരിക്കും. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാൻ തുടങ്ങി. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് നമുക്ക് വിചാരിക്കാം. പക്ഷേ നാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, അവിടെ ഈ സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം ഇംഫാൽ താഴ്വര മുഴുവനും കത്തിയെരിയുകയാണ്. ആ കത്തുന്നത് മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങൾ, ഇംഫാൽ അതിരൂപതയുടെ പാസ്റ്ററൽ സെൻറ്റർ ഉൾപ്പെടെ, അവിടുത്തെ സ്കൂൾ ഉൾപ്പെടെ, അവിടുത്തെ മഠങ്ങൾ ഉൾപ്പെടെ, വൈദിക മന്ദിരങ്ങൾ ഉൾപ്പെടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ തിരഞ്ഞു പിടിച്ച് കത്തിച്ചാമ്പലാവുകയാണ് വെറും 36 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമാണോ? ഇത് സ്വാഭാവികമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പൊട്ടന്മാരോ മണ്ടന്മാരോ ആയിരിക്കണം.
എവിടെയെങ്കിലും ഒരു കലാപമുണ്ടായി, സ്വാഭാവികമാണെങ്കിൽ ആ കലാപം പടിപടിയായിട്ട് പടർന്ന് വേണമെങ്കിൽ വരാം. പക്ഷേ ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഈ സമാധാനമായി നടന്ന കുക്കി റാലി, അതിനകത്തൊരു ട്രക്കിടിച്ച് കയറി അവിടെ ഒരു അസ്വസ്ഥമായൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതേ നിമിഷം തന്നെ ഇംഫാൽ താഴ്വരയിലും അതിന് ചുറ്റുഭാഗത്തുമുള്ള, ഇംഫാൽ എന്ന് പറയുന്നത് പട്ടണമാണ്, അവിടുത്തെ ക്യാപിറ്റലാണ്, ആ പ്രദേശത്തുള്ള സകല ക്രൈസ്തവ ദേവാലയങ്ങളും, അത് കത്തോലിക്ക ദേവാലയങ്ങൾ മാത്രമല്ല, അവിടെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്, പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങളുണ്ട്, പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ ദൈവാലയങ്ങൾ കത്തിച്ച് ചാമ്പലാക്കുന്നു. അനേക മനുഷ്യർ അഗ്നിക്കിരയാവുന്നു. വളരെ പെട്ടെന്ന് കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒന്നും സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കാതെ ഭയന്ന് ചിതറി ഓടുകയാണ് മനുഷ്യർ കാടുകളിലേക്ക്, മറ്റ് പല സംസ്ഥാനങ്ങളിലേക്ക്, അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഓടി രക്ഷപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ ഏതാണ്ട് 118 പേര് മരിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തൊരു പോഷത്തരമാണ്! അവിടെ പോയി, നേരിട്ട് മണിപ്പൂരിൽ പോയി, പല സ്ഥലങ്ങളിലും പോയി ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിയ വ്യക്തികൾ നമ്മളോട് പറയുക, 100 200 ഒന്നുമല്ല, കണക്കുകൾ ആർക്കും അറിയത്തില്ല. കാരണം ആരും അവിടെ കണക്കെടുക്കുന്നില്ല, കണക്കെടുക്കാൻ അവിടെ ആരുമില്ല, ഒരു ഭരണകൂടം അവിടെ ഇല്ല, അല്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. സംസ്ഥാന ഭരണകൂടവും ഫെഡറൽ ഭരണകൂടവും. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ എത്തുകയുണ്ടായി. കലാപം നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ എത്തുകയുണ്ടായി. അവിടുത്തെ ക്രമസമാധാനം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിട്ട് പോവുകയുണ്ടായി. പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കേന്ദ്ര ഭരണകൂടം ഏറ്റെടുത്ത ക്രമസമാധാന നില കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. കൂടുതൽ കലാപങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പൊട്ടിപ്പുറപ്പെടുകയാണ്, പടരുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ ആരും കണക്കെടുക്കുന്നില്ല. എത്ര പേര് മരിച്ചു, എത്ര ഭവനങ്ങൾ അഗ്നിക്കിരയായി, എത്ര ആളുകൾ അവിടെ നിന്ന് ദേശം വിട്ടു പോയി, ആരും കണക്കെടുക്കുന്നില്ല. ഒരു ഗവൺമെൻറ്റും അവിടെ കണക്കെടുക്കുന്നില്ല. സന്നദ്ധ പ്രവർത്തകർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും പല സന്നദ്ധ സംഘടനകളും അവിടുത്തെ ഈ സഹിക്കുന്ന സഹോദരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകകൾ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും മറ്റുമൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, 55 ദിവസമായിട്ട് അവിടെ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നുമില്ല. ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ഒന്നും അവർക്ക് ആരോടും എങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നത്? ഇതാണോ ജനാധിപത്യം? ഇവിടുത്തെ ജനത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയിരിക്കുന്ന ഭരണകൂടം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പിതാവ് മറ്റൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഈ കലാപം നടന്നുകൊണ്ടിരുന്ന നാളുകളിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ അനേക ദിവസങ്ങൾ ഡൽഹിയിൽ പോയി ഇദ്ദേഹത്തെ ഒന്ന് കാണുവാനായിട്ട് അവിടെ കാവൽ കിടന്നു. അവരെ ഒന്ന് കാണുവാനോ ഒന്ന് കേൾക്കുവാനോ ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ പോലുമുള്ള സന്മനസ് കാണിക്കാത്ത ഒരു ഭരണാധികാരിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജയുണ്ട്, വിഷമമുണ്ടെന്ന് പറയുമ്പോൾ. പക്ഷേ നാം ലജ്ജിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങളെയും അവരുടെ സ്വത്തിനെയും ജീവനെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് അധികാരത്തിലേറുന്ന ഈ ഭരണവർഗം ഇപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, മണിപ്പൂര് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഇത് മണിപ്പൂരിൽ അവസാനിക്കുമെന്ന് നമ്മൾ ആരും വിചാരിക്കുകയും വേണ്ട. വളരെയധികം മുൻകരുതലുകളോടുകൂടി നാളുകളായുള്ള പദ്ധതി ഒരുക്കലോടുകൂടി നടപ്പിലാക്കപ്പെടുന്ന കൃത്യമായ ഒരു തിരക്കഥയുടെ അഴിഞ്ഞാട്ടമാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. അപ്പം ഇതിലൂടെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്? പലയിടത്തും തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെയും വോട്ട് രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ കുടിലമായ തന്ത്രങ്ങളാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്നത് നമുക്കറിയാം. അത് ഇതുപോലെയുള്ള കലാപങ്ങൾ എവിടെയുണ്ടായാലും, യുദ്ധങ്ങൾ എവിടെയുണ്ടായാലും അതിനിടയിൽ
ജീവൻ നഷ്ടപ്പെടുന്നത് നിരാലംബരായ, നിസ്വരായ, ഒന്നുമറിയാത്ത മനുഷ്യരാണ്. അവരാരും ഒന്നും ചെയ്തിട്ടല്ല, ഒരു കുറ്റവും ചെയ്തിട്ടല്ല. അവിടെ അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് ധീരമായ ഒരു ചുവടുവയ്പ് നടത്തി. ഈ മണിപ്പൂരിൽ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടും പഠന സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടും അനാഥരായുമൊക്കെ പോയിരിക്കുന്ന യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ തൻ്റെ രൂപതയിൽ കൊണ്ടുവന്ന് അവിടുത്തെ സ്ഥാപനങ്ങളിൽ താമസിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസം നടത്തി പൂർത്തിയാക്കുവാനുള്ള തീരുമാനം ബാംഗ്ലൂർ അതിരൂപത എടുത്തു. ഇവിടെ പിതാക്കന്മാരെ സൂചിപ്പിക്കുകയുണ്ടായി, കാലദേശാന്തരങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല. മനുഷ്യൻ എവിടെ വേദനിച്ചാലും അവനോടൊപ്പം വേദനിക്കുന്നവനാണ് ക്രൈസ്തവരായ നമ്മൾ. മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഇതുപോലെ സന്മനസ്സുള്ളത് കൊണ്ടാണ് ഈ ഉച്ചവെയിലത്ത് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ ഐക്യദാർഢ്യ ധർണയിൽ പങ്കുചേരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ വേദനയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണിത്. കാരണം ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട്, ആശങ്കയുണ്ട്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ജനാധിപത്യം എന്നത് വെറുതെ ലോകത്തിൻ്റെ മുമ്പിൽ വീമ്പടിക്കാനുള്ള ഒരു പ്രക്രിയ മാത്രമായിട്ട് മാറിയിരിക്കുന്നു ഈ ഭാരതത്തിൽ. എന്താണ് ജനാധിപത്യം? ഏത് ജനത്തിൻ്റെ ആധിപത്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ തിരഞ്ഞെടുത്ത ജനങ്ങൾ, മണിപ്പൂരിലെ ഭരണകൂടത്തെ തിരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെ ഇപ്പോൾ ആ ഭരണകൂടത്തിനെതിരായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ MLA തന്നെ അവിടുത്തെ ഭരണകൂടത്തിന് എതിരായിട്ട്, അവിടുത്തെ മന്ത്രിസഭയ്ക്ക് എതിരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ക്രൂരമായ നിശബ്ദത. ഈ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരഹത്യക്കെതിരെ എത്ര പേര് മരിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഇവർ കാടുകളിലൊക്കെ പോയി ഭക്ഷണമില്ലാതെയൊക്കെ അവിടെ വീണ് മരിച്ച മനുഷ്യരുണ്ട്. ഈ ഗ്രാമം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയപ്പോൾ ഓരോ കുടുംബങ്ങളിലും എത്ര പേരുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. 100, 110 ഒന്നും ചുമ്മാ ഒരു കണക്കുമല്ല, വെറുതെ പറയുന്നതാ. എത്രയോ നൂറുകണക്കിന് ആളുകളാണ് അവിടെ മരിച്ചിരിക്കുന്നത്, പലായനം ചെയ്തു പോയത്. എങ്ങോട്ടൊക്കെ പോയി? അവർക്ക് ആർക്കും തിരിച്ചു വരാൻ സാധിക്കത്തില്ല. ഭയമാണ്. എത്ര പേര് പോയി? 50,000, 60,000 എന്നൊക്കെ കണക്കിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല. അതിനുമൊക്കെ എത്രയോ ഇരട്ടിയാണ് ഈ ദേശം വിട്ട് പലായനം ചെയ്തു പോയിരിക്കുന്ന മനുഷ്യർ. നഷ്ടപ്പെടുത്തിയ, നശിപ്പിച്ചു കളഞ്ഞ അവരുടെ വസ്തുവകകൾ, ഭവനങ്ങൾ. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവരുടെ ഭവനങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പോലെ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നുമല്ല. നല്ല വീടുകളാണ്. പക്ഷേ ആ വീടുകളൊക്കെ മിക്കവാറും മുള കൊണ്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ സ്വാഭാവികമായ പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീടുകളാണ്. പുല്ലുകൊണ്ട് കെട്ടി, മുള കൊണ്ട് വേഞ്ഞ്, തറയുമൊക്കെ മുള കൊണ്ട് തന്നെ ഇട്ടൊക്കെ ഉണ്ടാക്കുന്ന വീട്. എത്ര വലിയ വീടാണെങ്കിലും അവിടുത്തെ, ഞാൻ നാഗാലാൻഡിൽ പോയപ്പോൾ അവിടെ എല്ലാ ഗ്രാമങ്ങൾക്കും രാജാക്കന്മാരൊക്കെ ഉണ്ട്. രാജാവിന് തുണിയൊന്നും കാണുകയില്ല. ആപ്പാടെ ഒരു ചെറിയ തോർത്തുമൊക്കെ ഇവിടുത്തെ ഒരു കുന്തമൊക്കെ പിടിച്ചാണ് രാജാവ് നടക്കുന്നത്. ഞാനൊരിക്കൽ ഒരു പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുപോയ അച്ഛൻ ഇങ്ങനെ വഴിക്ക് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യനിങ്ങനെ മലയുടെ താഴെ നിന്ന് കയറി വരികയാണ്. ഒരു വലിയ വടി, കുന്തം പോലത്തെ ഒരു വടിയൊക്കെ പിടിച്ച് ഒരു തോർത്തുമൊക്കെ എടുത്ത് കയ്യിൽ വലിയൊരു കത്തിയുണ്ട്, അതൊക്കെ ആയിട്ട് കയറി വരികയാണ്. അപ്പോൾ അച്ഛൻ ജീപ്പ് നിർത്തിയിട്ട് അയാളെ കയറ്റാൻ പറഞ്ഞ് കയറ്റി കുറേ അങ്ങ് കൊണ്ടിന്ന് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ വീടിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ആരാന്നറിയാമോ? അത് ഞങ്ങളുടെ രാജാവാണെന്ന് പറഞ്ഞു. അവിടെ രാജാക്കന്മാർ അങ്ങനെയൊക്കെയാണ്. ആ രാജാവിൻ്റെ വീട്, അത് കഴിഞ്ഞിട്ട് പിന്നീട് രാജാവ് ക്രിസ്ത്യാനിയാണ്. ഞാനത് കഴിഞ്ഞിട്ട് ഈസ്റ്റർ സമയത്താണ് പോയത്. അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് അവിടെ എല്ലാ വീടുകളും വെഞ്ചരിക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ അങ്ങനെ വീട് വെഞ്ചരിക്കാൻ പോയ കൂടെ രാജാവിൻ്റെ വീട് വെഞ്ചരിക്കാൻ പോയി. രാജാവിൻ്റെ വീട് വലിയ വീടാണ്. ഒത്തിരി സ്ഥലം, ഇങ്ങനെ ഒത്തിരി പ്രദേശത്ത് പടർന്നു കിടക്കുന്നൊരു വലിയ വീടാണ്. പക്ഷേ ആ വീട് മുഴുവൻ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മുളയടിച്ച് പരത്തി തറയിട്ട് വേർതിരിക്കുന്ന ഭിത്തികളും എല്ലാം മുള കൊണ്ടുണ്ടാക്കി മുകളൊക്കെ, പക്ഷെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്ന നല്ല വീടാണ്. അങ്ങനത്തെ വീടുകളാണ്. അതുകൊണ്ടാണ് ഈ അഗ്നിക്കിരയാക്കി ഒരു വീട് കത്തിച്ചാൽ മതി, ആ ഗ്രാമം മുഴുവൻ കത്തിപ്പോവും. ഉണങ്ങി നിൽക്കുന്ന ഈ മുളയും പുല്ലും കത്താനായിട്ട് എത്ര നേരം വേണം പ്രിയപ്പെട്ടവരെ? അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാത്രിയുടെ മറവിൽ എങ്ങോട്ട് ഓടും? അങ്ങനെ കത്തിച്ച് കളഞ്ഞ അഗ്നിക്കിരയാക്കിയ മനുഷ്യജീവിതങ്ങൾ എത്രയെന്ന് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കണക്കുണ്ടോ? എന്നിട്ടും മനസാക്ഷി മരവിച്ച ഭരണകൂടങ്ങൾ തിരിഞ്ഞു നോക്കാതെ, അവിടെ കറണ്ടില്ല, വെള്ളമില്ല, ഈ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, കടകൾ നശിപ്പിക്കപ്പെട്ടു, എല്ലാം കൊള്ളയടിക്കപ്പെട്ടു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവിടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഭരണാധികാരികളുമൊക്കെ പറയുന്നത് അവിടെ സംസ്ഥാന പോലീസ് അലേർട്ടാണ്, കേന്ദ്ര പോലീസ് അലേർട്ടാണ്,
കേന്ദ്ര പട്ടാളം അവിടെ അലേർട്ടാണ്, ഇവരെല്ലാവരും ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി പോലും. ഇത് ഈ ഇന്നത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇത്? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടുത്തെ ആയുധങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ധർണയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈ ഉപവാസ ധർണയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന ഈ ത്യാഗം, നമ്മളെടുക്കുന്ന ഈ വേദന ഫലപ്രദമായി തീരട്ടെ, അനുഗ്രഹപ്രദമായി തീരട്ടെ. നമ്മുടെ ആ സഹോദരങ്ങളോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ഐക്യം, അവരോടുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഐക്യം, നമ്മൾ ഇത്ര വിദൂരത്താണെങ്കിലും അവരോട് കൂടെ നാം ഉണ്ട്, നാം അവരോടൊന്നാണ് എന്നുള്ള ഐക്യദാർഢ്യം നമുക്ക് മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കാം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മണിപ്പൂരിൽ മാത്രമല്ല, നമ്മുടെ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇതുപോലെയുള്ള അക്രമങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പലതും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ജനതയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കണ്ണു തുറക്കുവാൻ, അവർക്ക് നീതിബോധമുണ്ടാകുവാൻ, ഈ ജനങ്ങൾക്ക് നീതി ലഭിക്കുവാൻ ഇടയാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ധർണയിൽ പങ്കെടുക്കാം. നന്ദി, നമസ്കാരം.